നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 പേരാണ് നമ്മളെ എല്ലാവരെയും മരവിപ്പിച്ചതെങ്കിൽ ആ 5 പേരുടെ കൂടി യാത്രയ്ക്കായി പോയ 11 പേരിൽ ഒരാളും കൂടി കൂട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ആറാമനും കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം വൈകിട്ട് 4:30 ആൽബിൻ ജോർജിന് നില വളരെ മോശമായി തുടരുകയും ആൽബിൻ ജോർജ് മരിച്ചുവെന്ന വാർത്ത പുറത്തു വരികയും ചെയ്തത്. ആൽബിൻ ജോർജിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് 4:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടുകൂടി ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 മാറിയിരിക്കുകയാണ്. ആൽബിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് അല്പസമയത്തിനകം തന്നെ നടക്കും. അതിനുശേഷം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. വിദേശത്ത് നിന്ന് ബന്ധുക്കൾ എത്താനുള്ളതിനാൽ തന്നെ പൊതുദർശനത്തിന് ശേഷം ആൽബിന്റെ മൃതദേഹം എടത്വായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകി വാഹന ഉടമ ഷാമിൽ ഖാനെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നും വീണ്ടും ചോദ്യം ചെയ്യും. ഷാമിൽ ഖാന്റെ മൊഴികൾ പല രീതിയിലാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. വാഹനം റെന്റിനാണ് നൽകിയത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. കളർക്കോട് വാഹന അപകടത്തിൽ കാറുടമ ഷാമിൽ ഖാൻ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് നൽകിയ മൊഴി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാർ വാടകയ്ക്ക് നൽകിയതല്ല, പരിചയത്തിന്റെ പേരിൽ നൽകിയതാണെന്നാണ് ഷാമിൽ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മൊഴി നൽകിയത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷാമിൽ മുൻപും കാർ വാടകയ്ക്ക് നൽകിയിരുന്ന ആളായിരുന്നതിനാൽ തന്നെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗൗരി ശങ്കറിന്റെ ഗൂഗിൾ പേയിൽ 1000 രൂപ ഷാമിലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. വിദ്യാർത്ഥികൾ സിനിമ കാണാൻ പോകുമ്പോൾ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 1000 രൂപ നൽകുകയായിരുന്നുവെന്നും ഇത് പിന്നീട് ഗൗരി ശങ്കർ അയച്ചു തരികയാണ് ഉണ്ടായത് എന്നുമാണ് ഷാമിൽ ഖാൻ അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തിരുന്നു. വാഹനം ഷാമിൽ ഖാന്റെ അടുത്തുനിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു എന്നും വാടകയായാണ് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തത് എന്നുമാണ് ഗൗരി ശങ്കറിന്റെ മൊഴി. വാഹനത്തിന് തകരാറുള്ളതായി അനുഭവപ്പെട്ടെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാമിൽ ഖാന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആലപ്പുഴ RTO RK ദിലു വ്യക്തമാക്കുകയാണ്. ഷാമിൽ ഖാനെ ഒരു തവണ കൂടി ചോദ്യം ചെയ്തിട്ട് മറ്റ് കർശന നടപടികളിലേക്ക് കടക്കും. ഷാമിൽ ഖാന്റെ ബാങ്ക് ഇടപാടുകളും മറ്റും വാഹനങ്ങളെ പറ്റിയും വിശദമായി തന്നെ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ പേ നൽകിയതിന്റെ വിവരങ്ങൾ RTO ബാങ്കിൽ നിന്ന് ശേഖരിച്ചു. ഗൗരി ശങ്കറിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ 2 രാത്രി 7:17 ഷാമിൽ ഖാന്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിലേക്ക് 1000 രൂപ നൽകിയതെന്നാണ് RTO ഓഫീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് വടക്ക് KSRTC ബസ്സിൽ കാറിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 5 പേർ മരിക്കുകയും കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി നമ്മളോട് വിട പറയുകയും ചെയ്തത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര ഷാമിൽ ഖാന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ രജിസ്ട്രേഷനിലുള്ള വാഹനമായിരുന്നു. സ്വകാര്യ രജിസ്ട്രേഷനിലുള്ള വാഹനം വാടകയ്ക്ക് നൽകുന്നത് ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമായാണ്. ഇത് ലംഘിച്ചാണ് ഷാമിൽ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി കാർ വാടകയ്ക്ക് നൽകിയത്. ഇന്നലെ വാഹനം ഓടിച്ച് ഗൗരി ശങ്കറിനെ പ്രതി ചേർത്ത പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. പാലക്കാട് സ്വദേശി ശ്രീദേവ്, മലപ്പുറം സ്വദേശി ദേവനന്ദൻ, കണ്ണൂർ സ്വദേശി മുഹമ്മദ്, അതുപോലെ തന്നെ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കോട്ടയം സ്വദേശി ആയുഷ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2 മാസം മുമ്പാണ് 5 പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നത്. കാറിൽ 11 പേരുണ്ടായിരുന്നിട്ടുണ്ട്. ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്നു യുവാക്കൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്ത് എടുത്തത്. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചികിത്സയിൽ തുടരുകയാണ്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് ടവേര. എന്നാൽ ഇതിൽ 11 പേരാണ് അപകട സമയത്ത് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ വാടകയ്ക്ക് നൽകിയതല്ല എന്ന വാദവുമായി പിടിച്ചു നിൽക്കാനായിരുന്നു വാഹന ഉടമയുടെ ലക്ഷ്യം. അപകടമുണ്ടായ കാറ് അമ്പലപ്പുഴ കക്കായം സ്വദേശി ഷമീൽ ഖാന്റെ തന്നെയാണ്. കാറ് വാടകയ്ക്ക് കൊടുക്കുന്നയാളാണ് ഉടമ എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായുള്ള പരിചയത്തിന്റെ പേരിലാണ് വാഹനം വിട്ടു നൽകിയത് എന്ന് ഷമീൽ വിശദീകരിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാറാണ് കാറിനായി ബന്ധപ്പെട്ടത്. ജബ്ബാറും മറ്റ് 2 വിദ്യാർത്ഥികളും ചേർന്നാണ് കാർ കൊണ്ടുപോയത് എന്നും ഷമീൽ ഖാൻ പറയുന്നു.
14 വർഷം പഴക്കമുള്ള ടവേര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സിനിമയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് കാർ എടുത്തുകൊണ്ട് പോയത്. വാടകയ്ക്ക് കൊടുത്തതല്ല, സുഹൃത്തായതിന്റെ പേരിൽ സിനിമയ്ക്ക് പോവാൻ കൊടുത്തുവിട്ടതാണ്. മുഹമ്മദ് ജബ്ബാറിനെയാണ് പരിചയം. ജബ്ബാറിന്റെ ചേട്ടൻ മിഷാൽ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുമായുള്ള പരിചയമുണ്ട്. പാവം വിളിച്ചു, കൊടുക്ക് ഇക്ക, സിനിമയ്ക്ക് പോവാനല്ലേ, രാവിലെ തന്നെ എത്തിക്കും എന്നൊക്കെയായിരുന്നു തന്നോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാൻ, ഒരു സഹായം ചെയ്തതാണ്, അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നായിരുന്നു ഈ ഇക്കയുടെ കഴിഞ്ഞ ദിവസത്തെ അഭിനയം. എന്തായാലും ഇക്കയുടെ അഭിനയം ഒക്കെ തന്നെ തൂക്കി പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത അക്കൗണ്ട് ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ട് ഒക്കെ തന്നെ വരുന്നുണ്ട്. അത് എന്തിനാണ് കള്ളം പറഞ്ഞത് എന്നാണ്. ചില നിയമ നടപടികൾ ഒരുപക്ഷെ നേരിടേണ്ടി വരും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും കള്ളം പറയാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാകുന്നത്. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇക്കയുടെ മുന്നിൽ നിന്ന് വായിൽ നിന്ന് വരാനുള്ളത് എന്ന് നമുക്ക് കേട്ടറിയേണ്ടതുണ്ട്.